എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നല്ല ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 4 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചുറ്റി കൊടുക്കാം. ഈ ഒരു മുട്ടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ചെറിയതായിട്ട് പൊടിച്ചിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വറ്റൽമുളകും കുരുമുളക് പൊടിയും ചേർത്തുകൊണ്ട് ഒരുപാട് എരിവൊന്നും ഇല്ല കേട്ടോ, ഒരു നോർമൽ ആയിട്ടുള്ള എരിവ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ വെച്ചിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു മുട്ടയൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുകൾ ഭാഗം ഇതുപോലെ അത്യാവശ്യം കുക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകരുത്. ചട്ടകം കൊണ്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. പൊട്ടും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നമുക്കൊന്ന് മൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, മുട്ട ഇവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇത് കണ്ടില്ല, ഈ ഒരു രീതിക്ക് ചെറിയ ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ഒരു മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ വെളുത്തുള്ളി പൊടിയാണ്. വെളുത്തുള്ളി പൊടിയായിട്ട് നിങ്ങളുടെ ഇല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ നമ്മൾ അരച്ചിട്ടെടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ പൊടിയെ, ഇഞ്ചിയുടെ ഒരു പൗഡറായിട്ടില്ലെങ്കിൽ നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുത്ത് ഇഞ്ചിയുടെ ഒരു പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പൊടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഒരുപാട് ലൂസായിട്ടിരിക്കുന്ന ഒരു ബാറ്റർ അല്ല, അത്യാവശ്യം തിക്കായിട്ടിരിക്കുന്ന ഒരു ബാറ്ററാണ് വേണ്ടത്. എന്നാൽ ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഒരുപാടങ്ങ് ലൂസായി പോവാതെ ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി നമ്മൾ പൊരിച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടയും ഇതുപോലെ ഈ ഒരു ബാറ്ററിൽ ആദ്യം ഒന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു മൈദയുടെ ഒരു മിക്സിലേക്ക് ആക്കിയിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് മൈദയൊന്നും ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് ജസ്റ്റ് ആ ഒരു കൈ കൊണ്ടൊന്ന് കുടഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു ബാറ്ററിലേക്കൊന്ന് മുക്കി കൊടുക്കാം. 2 സൈഡൊന്ന് മുക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും ഈ ഒരു മൈദയുടെ ഒരു മിക്സിലേക്ക് ആക്കിയിട്ട് 2 സൈഡ് നന്നായിട്ട് ഒരു മൈദ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ചെയ്യത്തില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ഇതുപോലെ നമ്മൾ മൈദയിൽ ഇട്ടിട്ട് ഒരു 2-3 തവണ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു പൊടിയെ ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചർ നമുക്ക് പുറമേ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഒരു പുറമെ ചെറിയ ചെറിയ വിള്ളലുകൾ പോലെ ഈ ഒരു പൊടി ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് നമുക്കൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ ഒരു കറക്റ്റ് ഒരു പാകത്തിന് കിട്ടുന്നത്.
അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഇതുപോലെ ഓരോ മുട്ട എടുത്തിട്ട് ഈ ഒരു മൈദ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരുപാട് സമയം നമ്മൾ പിന്നെ അത് പുറത്തങ്ങ് വെക്കരുത്. അപ്പം തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രമേ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് സമയം നമ്മൾ ഇതുപോലെ മൈദ ആക്കിയിട്ട് പുറത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പുറമേ ക്രിസ്പിയായി കിട്ടില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ മൈദ ആക്കിയതിന് ശേഷം അപ്പം തന്നെ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള സ്നാക്സുകളൊക്കെ നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ചെയ്യരുത്. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് പുറമേ നിന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുത്ത് പുറമേ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് പുറമേ നല്ല ക്രിസ്പി ആക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ചെറിയതായിട്ട് ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളർ പോലെ ആയിട്ട് വരണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് ഇതിലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാണ്, ഈ ഒരു സ്നാക്സ് നമ്മൾ ഇതുപോലെ പൊരിച്ചിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വന്നിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ വെറുതെ കഴിച്ചാലും പിന്നെ ഒരു സോസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സോസിൽ മുക്കി കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതങ്ങ് തണുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ചൂടോട് കൂടിയിട്ട് കഴിക്കുന്ന അത്ര ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വന്നിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൊണ്ടൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇട്ടൊന്ന് കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് പുറമേ നന്നായിട്ടൊന്ന് മൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂട് ചായക്കൊപ്പം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുപോലെ മുട്ട വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കിട്ടിയിലും ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ സോസിൽ നമുക്ക് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് ഒരുപാട് പണിയൊന്നും എടുക്കാതെ സിമ്പിളായിട്ടൊരു സ്നാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.